വെൽക്കം ഫ്രണ്ട്സ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അസെക്ഷൽ റിപ്രൊഡക്ഷനെ കുറിച്ചും അതുപോലെ വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷനെ കുറിച്ചുമാണ്. നമുക്കറിയാവുന്ന പോലെ അസെക്ഷൽ റിപ്രൊഡക്ഷനിൽ ഒരുപാട് അസെക്ഷൽ ബോഡീസിനെ കുറിച്ചും വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷനിൽ ഒരുപാട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ അസെക്ഷൽ റിപ്രൊഡക്ഷനിലൂടെ ഉണ്ടായ ഓഫ്സ്പ്രിങ്ങുകൾക്ക് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ കഴിവില്ലായിരുന്നു എന്നതാണ് അസെക്ഷൽ റിപ്രൊഡക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മ. അതിനാൽ തന്നെ ലോവർ ഓർഗാനിസമായ ഫംഗസ്, മൊണീറ, പ്രൊട്ടിസ്റ്റ എന്നീ വിഭാഗങ്ങൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു റിപ്രൊഡക്റ്റീവ് മെത്തേഡ് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ സ്വീകരിച്ച ഒരു റിപ്രൊഡക്റ്റീവ് മെത്തേഡാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സെക്ഷൽ റിപ്രൊഡക്ഷനാണ് ലോവർ ഓർഗാനിസത്തിലും ഹയർ ഓർഗാനിസത്തിലും, പ്രത്യേകിച്ച് ഹയർ ഓർഗാനിസത്തിലെ കൂടുതൽ പ്രൊമിനൻ്റായി കാണുന്ന ഒരു റിപ്രൊഡക്റ്റീവ് മെത്തേഡ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ സെക്ഷൽ റിപ്രൊഡക്ഷൻ്റെ പ്രത്യേകത? അതിന് അസെക്ഷൽ റിപ്രൊഡക്ഷനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ് എന്ന് പരിശോധിക്കേണ്ടതായുണ്ട്. സെക്ഷൽ റിപ്രൊഡക്ഷൻ നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, സെക്ഷൽ റിപ്രൊഡക്ഷനിൽ ഗാമിറ്റ് നിർബന്ധമാണ്. അതും ഓപ്പോസിറ്റ് സെക്സ്, ഫീമെയിൽ ഗാമിറ്റ്, മെയിൽ ഗാമിറ്റ് എന്ന് പറയുന്ന രണ്ട് ഗാമിറ്റുകൾ നിർബന്ധമാണ്. ഈ ഗാമിറ്റുകൾ ഉണ്ടാകുന്നത് മെയിൽ പാരൻറ്റിൽ നിന്ന് മെയിൽ ഗാമിറ്റും ഫീമെയിൽ പാരൻറ്റിൽ നിന്ന് ഫീമെയിൽ ഗാമിറ്റുമാണ് ഉണ്ടാകുന്നത്. അതിനാൽ രണ്ട് ഓപ്പോസിറ്റ് സെക്സുള്ള പാരൻറ്റ് സെക്ഷൽ റിപ്രൊഡക്ഷന് ആവശ്യമാണ്. ചില അൺയൂഷ്വൽ കേസുകളിൽ ഒരു പാരൻറ്റിൽ രണ്ട് സെക്സ് ഓർഗൻസും കാണപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഓർഗാനിസിനെ വിളിക്കുന്ന പേരാണ് ബൈസെക്ഷൽ ഓർഗാനിസം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സ്റ്റെപ്സ്? അതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ പ്രധാനമായും 4 സ്റ്റെപ്പിലൂടെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ പൂർത്തിയാകുന്നത്. അത് പറയുന്നതിന് മുമ്പായി ഒരു കാര്യം നിങ്ങൾ പരിചയപ്പെടേണ്ടതുണ്ട്. മുമ്പ് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. വാട്ട് ഈസ് മീൻ ബൈ ജെനിസിസ്? വാട്ട് ഈസ് മീൻ ബൈ ജെനിസിസ്? ജെനിസിസ് മീൻസ് formation. The first step of sexual reproduction is the formation of gamete. Formation of gamete. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗാമിറ്റോജെനിസിസ്. ഗാമിറ്റോജെനിസിസ്. ഗാമിറ്റുകൾ ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രധാനമായും മെയിൽ ഗാമിറ്റ് ഉണ്ടാവും, ഫീമെയിൽ ഗാമിറ്റ് ഉണ്ടാവും. ആ മെയിൽ ഗാമിറ്റും ഫീമെയിൽ ഗാമിറ്റും ഫോം ചെയ്തതിന് ശേഷം ആ ഗാമിറ്റുകൾ ഫ്യൂസ് ചെയ്യുന്നു. ഫ്യൂഷൻ ഓഫ് ഗാമിറ്റ് or otherwise it is called fertilization. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫെർട്ടിലൈസേഷൻ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, ദറ്റ് ഇസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. അങ്ങനെ മെയിൽ ഗാമിറ്റും ഫീമെയിൽ ഗാമിറ്റും ഫ്യൂസ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് സൈഗോട്ട്. ദ തേർഡ് സ്റ്റെപ്പ്, ദ ഫോർമേഷൻ ഓഫ് സൈഗോട്ട്. After the formation of zygote formation, there is a last step that is called formation of offsprings. Young ones സൈഗോട്ടിൽ നിന്ന് ഫോം ചെയ്യുന്നു. These are the 4 important steps under sexual reproduction. അസെക്ഷൽ റിപ്രൊഡക്ഷൻ്റെ റിപ്രൊഡക്റ്റീവ് മെത്തേഡ് വളരെ സിമ്പിളാണെങ്കിൽ സെക്ഷൽ റിപ്രൊഡക്ഷൻ്റെ റിപ്രൊഡക്റ്റീവ് മെത്തേഡ് ഒരു സ്ലോ ആൻഡ് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിലൂടെയും പ്രോസസ്സിലൂടെയും കടന്നു പോകേണ്ടതുണ്ട്. ആ സ്റ്റെപ്പാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഫോർമേഷൻ ഓഫ് ഗാമിറ്റ്, ഫ്യൂഷൻ ഓഫ് ഗാമിറ്റ്, സൈഗോട്ട് ആൻഡ് ഓഫ്സ്പ്രിംഗ് ഫോർമേഷൻ. ഓക്കെ, സെക്ഷൽ റിപ്രൊഡക്ഷനിലേക്ക് ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു പ്ലാന്റ്, ഒരു ജീവി കടക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ജീവി റിപ്രൊഡക്ഷൻ സ്റ്റേജിലേക്ക് കടക്കുന്നതിന് മുൻപും റിപ്രൊഡക്ഷൻ സ്റ്റേജിൽ കടന്നു കഴിഞ്ഞ് റിപ്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷവും ആ ജീവിക്ക് എന്താണ് സംഭവിച്ചിരിക്കുക എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ 2 ചിത്രങ്ങൾ വരും. ഒന്ന് ഒരു സസ്യത്തിൻ്റെ വിവിധ പ്രായത്തിലുള്ള ചിത്രമാണ് ആദ്യത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. രണ്ടാമത്തേത് ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ പല പ്രായത്തിലുള്ള ചിത്രങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. ആ ചിത്രം പരിശോധിക്കുക. ആ ചിത്രത്തിൽ 3 സ്റ്റേജായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ സ്റ്റേജിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നിങ്ങളുടെ ബോട്ടണി നോട്ട്ബുക്കിൽ കുറിക്കുക.
ബോട്ടണി നോട്ട്ബുക്കിൽ കുറിച്ചെന്ന് കരുതുന്നു. നമ്മൾ പോകുന്നു. ആദ്യം കണ്ട ചിത്രം ഇതായിരുന്നു, ഒരു സ്മോൾ പ്ലാന്റ്. ആ ചിത്രത്തിലെ ആദ്യത്തെ ചിത്രം ഇതായിരുന്നു, ഒരു സ്മോൾ പ്ലാന്റ് കണ്ടു. ആ ചിത്രത്തിലെ രണ്ടാമത്തെ പടം ഇതായിരുന്നു, പ്ലാന്റ് വിത്ത് എ ഫ്ലവർ. പ്ലാന്റ് വിത്ത് എ ഫ്ലവർ, വിത്ത് ഫ്ലവർ. ഓക്കെ ഓക്കെ. ദെൻ തേർഡ് പിക്ചർ അതാണ്, പ്രായാധിക്യത്താൽ ഇലയൊക്കെ കൊഴിഞ്ഞ് പോയ ഒരു 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 ചെടിയാണ്, ഒരു ചെടിയായി അത് മാറി. ദാറ്റ് ഈസ് കോൾഡ് സെനിസൻസ് ഫേസ് എന്ന പേരാണ് അറിയപ്പെടുക. ഇനി രണ്ടാമത്തെ ചിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ചിത്രത്തിൽ നമ്മൾ സ്മോൾ പ്ലാന്റ് പകരം ആ വ്യക്തിയുടെ യങ്ങർ ഏജ്, ദാറ്റ് മീൻസ് ചൈൽഡ് ആയിരിക്കുന്ന സമയത്ത് ആ ഒരു ചിത്രമാണ് കാണുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും ദെൻ ഫുള്ളി ഡെവലപ്പായ ഒരു അഡൾട്ടായിട്ട്, നിങ്ങൾക്ക് മെച്യൂർഡായിട്ടൊരു അഡൾട്ടായിട്ട് കാണാൻ കഴിയും. അതിനുശേഷം അദ്ദേഹത്തിന് ഓൾഡ് ഏജ്, പ്രായാധിക്യത്താൽ മുടിയൊക്കെ നരച്ച് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരാളായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ദറ്റ് ഈസ് കോൾഡ് ഓൾഡ് ഏജ്. സോ വി കൻ കമ്പയർ വിത്ത് പ്ലാന്റ് ആൻഡ് ഹ്യൂമൻ ബീയിങ്. There is a definite growing period before before reaching reproduction. There is a definite growing period that is called child. From almost 13 years or 14 years up to 14 years organism grow and mature before reaching reproduction. Before reaching reproduction, organism grow and mature, simply growing. That stage is called juvenile phase. ആ ഫേസിനെ വിളിക്കുന്ന പേരാണ് juvenile phase in animals. അനിമൽസിലെ juvenile phase എന്ന പേരിൽ അറിയപ്പെടുന്നു. Before attaining reproductive stage, organisms undergoes some growth and maturity. So that growing period is called juvenile phase. If it is juvenile phase, in the case of plants, it is called a vegetative phase. Why it is called vegetative phase? Only vegetative parts are growing in this case before attaining reproductive stage. Reproductive stage എന്ന് പറയുന്ന പ്ലാന്റ് വിത്ത് ഫ്ലവർ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ പറയുന്ന പ്ലാന്റിൻ്റെ വെജിറ്റേറ്റീവ് പാർട്സ് ആയിട്ടുള്ള സ്റ്റെം, ലീഫ് പുതിയതുണ്ടാകുന്നു, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഗ്രോ ചെയ്യുന്നു, വെജിറ്റേറ്റീവ് പാർട്സ് ഗ്രോ ചെയ്യുന്നു. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് ഫേസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. Okay. At the end of vegetative phase, the plant reached into the reproductive phase. What are the changes before attaining reproductive phase? എന്തൊക്കെ ചേഞ്ചസ് ആണ് റിപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് കടന്നാൽ ഈ പറയുന്ന പ്ലാന്റ്സിൽ കാണുന്നത്? അതിൻ്റെ ഫ്ലവറിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അത് സീസണിലാണോ? എന്ത് പ്രത്യേകതകളാണ് കാണാൻ കഴിയുക? നമുക്കറിയാം, നമ്മൾ ചുറ്റുപാടും പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പറയുന്ന മാംഗോ ട്രീ അല്ലെ കാഷ്നട്ട്, കാഷ്യൂ ട്രീ നമുക്കറിയാം. അങ്ങനെയുള്ള ട്രീസൊക്കെ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം കാണാൻ കഴിയും, എല്ലാ ഓർഗാനിസത്തിനും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്പാൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ അടിസ്ഥാനത്തിന് പ്ലാന്റ്സിനെ 3 വിഭാഗമായി തിരിച്ചിട്ടുണ്ട്. ആ വിഭാഗത്തിന് വിളിക്കുന്ന പേരാണ് അതിനെ വിളിക്കുന്ന പേരാണ് ആനുവൽസ്. ആനുവൽസ്, ബൈനിയൽ, ദെൻ പെരിനിയൽ. വിളിക്കുന്ന പേരാണ് പെരിനിയൽ. So what is the difference between these three? എന്താണ് annual plant and biennial plant and perennial plant? It is simple. If you compare with these three, annual plants, which means the lifespan of that plant is 1 year. So next, what is meant by biennial plant? The lifespan is 2 years. Before reaching 2 years, they completed vegetative phase, they completed reproductive phase, they completed senescence phase. That is 2 years. 2 വർഷത്തിൽ കൂടുതൽ ലൈഫ് സ്പാനുള്ള പ്ലാന്റ്സിനെ വിളിക്കുന്ന പേരാണ് പെരനിയൽസ് എന്ന പേര് അറിയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഈ പറയുന്ന ആനുവൽ പ്ലാന്റ്സ്, ബൈനിയൽ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള വെജിറ്റേറ്റീവ് ഫേസും അതുപോലെ തന്നെ റിപ്രൊഡക്റ്റീവ് ഫേസും അതുപോലെ തന്നെ സെനിസൻസ് ഫേസ് കൃത്യമായി ക്ലിയർ കട്ടായിട്ട് കാണുന്ന ഒരു 2 വിഭാഗമാണ് ആനുവൽ പ്ലാന്റ്സും ബൈനിയൽ പ്ലാന്റ്സും. 1 വർഷം ലൈഫ് സ്പാനുള്ളതും 2 വർഷം ലൈഫ് സ്പാനുള്ള പ്ലാന്റ്സിലെല്ലാം തന്നെ വെജിറ്റേറ്റീവ് ഫേസും റിപ്രൊഡക്റ്റീവ് ഫേസും ദെൻ സെനിസൻസ് ഫേസ് ക്ലിയർ കട്ടായിരിക്കും. ബട്ട് വെൻ കമ്പയർ ടു ദി പെരിനിയൽ പ്ലാന്റ്സ് there is no clear cut division of vegetative phase, reproductive phase and senescence phase. So we observe the mango tree. Which type of plant is mango tree? Under this annuals, biennials or perennials. So mango tree is a perennial plant.
So if you compare with this biennial plant with this mango tree, we can see that mango tree is flowering in particular season. In a year, particular season only, that season only mango will flower. അടുത്ത വർഷത്തേക്ക് പിന്നത്തെ വർഷത്തിലാണ് അതേ സെയിം സീസൺ വരുമ്പോഴാണ് പിന്നീട് എന്ത് സംഭവിക്കുന്നത്, ഈ മാംഗോ ട്രീ പിന്നീട് പൂവിടുന്നത്, ഫ്ലവർ ചെയ്യുന്നത്. That means there is a gap between one flowering period and another flowering period. That is, there is a gap between one flowering period and another flowering period. That gap is called interflowering period. That gap നെ വിളിക്കുന്ന പേരാണ് interflowering period എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ പ്ലാന്റ്സിൽ വ്യത്യസ്ത തരത്തിലുള്ള ഫ്ലവറിങ് രീതികൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ആ ചെടി ഒന്ന് പരിശോധിക്കുക. പരിശോധിച്ചതിന് ശേഷം അത് ഏത് ചെടിയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങളുടെ ബോട്ടണി നോട്ട് ബുക്കിൽ കുറിക്കുക. നിങ്ങളത് എഴുതിയെന്ന് കരുതുന്നു. ആ പ്ലാന്റിൻ്റെ പേര് ബാംബു എന്നാണ് ആ പ്ലാന്റിൻ്റെ പേര്. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾക്ക് മുമ്പ് കേട്ടിട്ടുണ്ട്, ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു പ്ലാന്റാണ് ബാംബു പ്ലാന്റ്. ഒരുപാട് സ്പീഷീസ് ബാംബു പ്ലാന്റ് ഉണ്ട്. ഗാർഡനിൽ വയ്ക്കുന്ന ബാംബു പ്ലാന്റ് അവൈലബിൾ ആണ്. ഏകദേശം 50 വർഷം മുതൽ 100 വർഷം വരെയാണ് അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 50 വർഷം മുതൽ 100 വർഷമാണ്. ഏറ്റവും വലിയ പ്രത്യേകത ഈ ബാംബു പ്ലാന്റ് എന്ന് പറയുന്നത്, ഇത് ഫ്ലവർ ചെയ്യുന്നത് വൺസ് ഇൻ ദെയർ ലൈഫ്. ആ ഓർഗാനിസത്തിൻ്റെ ഹോൾ ലൈഫിൽ ഒരു പ്രാവശ്യം മാത്രമേ ഈ പറയുന്ന ബാംബു പ്ലാന്റ് ഫ്ലവർ ചെയ്യുകയുള്ളൂ, പുഷ്പിക്കുകയുള്ളൂ. ആ പുഷ്പിക്കുന്നതോടുകൂടി ആ പറയുന്ന പ്ലാന്റ്, ബാംബു പ്ലാന്റ് ഡെഡ് ആകുന്നു. ഇതാണ് ഈ പറയുന്ന ബാംബു പ്ലാന്റിൻ്റെ പ്രത്യേകത. ഫ്ലവറിങ് ടേക്ക് പ്ലേസ് ഓൺലി വൺസ് ഇൻ ദെയർ ലൈഫ് ടൈം. അതാണ് ഈ ബാംബു പ്ലാന്റിൻ്റെ പ്രത്യേകത. മറ്റൊരു പ്ലാന്റ് പരിചയപ്പെടുത്താണ്. ആ പ്ലാന്റ് ചിത്രം നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ എത്തും. ആ പ്ലാന്റ് ഒന്ന് നോക്കുക. നിങ്ങൾ എവിടെയെങ്കിലും അത് കണ്ടിട്ടുണ്ടോ നോക്കുക. കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് എഴുതാൻ ബോട്ടണി ബുക്കിൽ ഒന്ന് എഴുതുക. ചിത്രം ഇങ്ങനെയാണ്. കണ്ട ചിത്രത്തിൻ്റെ പേര് ഇങ്ങനെയാണ്, സ്ട്രൊബൈലാന്തസ് കുന്തിയാന എന്നാണ് അതിൻ്റെ പേര്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നീലക്കുറിഞ്ഞി എന്നാണ് വിളിക്കുക. സാധാരണ ഇത് കാണുന്നത് വെസ്റ്റേൺ ഗാർഡ്സിലാണ് ഇത് കാണുക. വെസ്റ്റേൺ ഗാർഡ്സ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ പ്ലാന്റ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ദ ഫ്ലവർ ഈസ് ലുക്കിംഗ് വെരി ഗുഡ്. നമ്മൾ ടൂറിസ്റ്റുകളൊക്കെ വെസ്റ്റേൺ ഗാർഡ്സിൽ പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണെന്ന് പറയുന്നത്. നമുക്ക് ഇത് വെസ്റ്റേൺ ഗാർഡ്സ്, പശ്ചിമഘട്ടം എന്ന് പറയുന്ന ആ സ്ഥലത്ത്, പ്രത്യേകിച്ചും തമിഴ്നാട്, കർണാടക, കേരള റീജിയനിലുള്ള മൗണ്ടൻസിലാണ് ഈ പറയുന്ന സ്ട്രൊബൈലാന്തസ് കുന്തിയാന എന്ന ബൊട്ടാണിക്കൽ നെയിമിൽ അറിയപ്പെടുന്ന നീലക്കുറിഞ്ഞി പൂക്കുന്നത്. പക്ഷേ ഈ പൂക്കുന്നത്, ഫ്ലവർ ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. 12 വർഷത്തിലൊരിക്കൽ മാത്രമേ ഈ പറയുന്ന നീലക്കുറിഞ്ഞി പൂക്കുകയുള്ളൂ. അങ്ങനെ നീലക്കുറിഞ്ഞി പൂത്ത് കഴിഞ്ഞാൽ 4 ദിവസം അതിൻ്റെ പൂവ് വയലറ്റ് കളറിലാണ് അത് കാണപ്പെടുക. 4 ദിവസമാണ് അതിൻ്റെ പൂവ് നിൽക്കുക. ആ 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൂവ് കൊഴിഞ്ഞ് നിലത്ത് വീഴും. then അത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിന് മുമ്പ് തന്നെ പോളിനേഷൻ നടത്തിയിട്ടുണ്ടാവും. പോളിനേഷൻ നടത്തുന്ന ഹണീബിയുടെ പേരാണ് ടിസ് സറാന എന്നാണ് അതിൻ്റെ പേര്. ആ പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞാൽ ആ ഫ്ലവർ പൊട്ടി നിലത്ത് വീഴും. അതിൽ കായുണ്ടാവും. അത് മണ്ണിലടിയിൽ കിടക്കും. ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും പുതിയൊരു പ്ലാന്റ് പൊട്ടും. ആ പ്ലാന്റ് വളർന്ന് വലുതായി. അത് പക്ഷേ 12 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് പൂവിടുക. ഈ പൂവിടുന്ന സമയം ഏകദേശം ലാസ്റ്റ് പൂവിട്ടത് സെപ്റ്റംബർ 2018 പൂവിട്ടത്. ഇനി 12 വർഷത്തിന് ശേഷം മാത്രമേ ഈ പറയുന്ന സ്ട്രൊബൈലാന്തസ് കുന്തിയാന എന്ന് പറയുന്ന ഈ നീലക്കുറിഞ്ഞി പൂക്കുകയുള്ളൂ. ഇങ്ങനെയെല്ലാം വ്യത്യസ്ത രീതിയിലാണ് പ്ലാന്റ്സിൻ്റെ സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും അനിമൽസിൻ്റെ സെക്ഷൽ റിപ്രൊഡക്ഷൻ രീതി? നമ്മൾ ചുറ്റുപാടും കണ്ണോടിച്ച് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ബേഡ്സുകളുണ്ട്. ഈ ബേഡ്സുകളൊക്കെ നാച്ചുറലായിട്ടുള്ള കണ്ടീഷനുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴിയായാലും അങ്ങനെയുള്ള ബേഡ്സ് വിഭാഗമായതായാലും ബേഡ്സ് ആയാലും നാച്ചുറലായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ നമ്മൾ വളർത്തുകയാണെങ്കിൽ നമുക്കറിയാം ചില സമയങ്ങളിൽ മാത്രമേ അത് എഗ്ഗ് ലേ ചെയ്യുകയുള്ളൂ.
എല്ലാ സമയങ്ങളിലും എഗ്ഗ് ലേ ചെയ്യുന്നത് കാണാൻ കഴിയില്ല. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഒരു പോൾട്രി ഫാമിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെയുള്ള ഹെൻസ് കോഴികളെല്ലാം തന്നെ എല്ലാ ദിവസവും എഗ്ഗ് ലേ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ ഇത് എന്തുകൊണ്ടാണ് ഈ രണ്ട് ഡിഫറൻസ്, പോൾട്രി ഫാമിൽ ഒരു രീതി നാച്ചുറൽ കണ്ടീഷനിൽ വേറെ രീതിയിലേക്ക് മാറുന്ന എന്ന് ചോദിച്ചാൽ, നോർമലി ബേഡ്സിനെ സംബന്ധിച്ച് ബേഡ്സ് നാച്ചുറൽ കണ്ടീഷനിൽ എല്ലാ ദിവസവും അത് എഗ്ഗ് ലേ ചെയ്യുകയില്ല. അങ്ങനെയാണ് അവരുടെ സെക്ഷൽ റിപ്രൊഡക്റ്റീവ് രീതിയുടെ ഭാഗമായിട്ട് ഒരു എല്ലാ ദിവസവും എഗ്ഗ് ലേ ചെയ്യില്ല. ചില സമയങ്ങളിൽ മാത്രമേ അത് എഗ്ഗ് ലേ ചെയ്യുള്ളൂ. നേരെ മറിച്ച് പോൾട്രി ഫാമിൽ പോകുമ്പോൾ ആ വ്യത്യാസത്തിന് കാരണം എന്ന് പറയുന്നത് അവിടെ പോൾട്രി ഫാമുകളിൽ ഒരു ഫോഴ്സ്ഫുൾ എഗ്ഗ് ലേയിങ് ആണ് അവിടെ നടക്കുന്നത്. ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ആവാം, ചിലപ്പോൾ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ആവും. ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു എഗ്ഗ് ലേയിങ് ആണ് നടക്കുന്നത്. കൂടുതൽ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുക, കൂടുതൽ ഭക്ഷണ രീതികൾ അതുപോലെ പ്രൊവൈഡ് ചെയ്യുക, ചില ഹോർമോൺസുകൾ ട്രീറ്റ് ചെയ്യുക. ആ രീതിയിൽ അവർക്ക് അങ്ങനെ ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് എല്ലാ ദിവസവും എഗ്ഗ് ലേ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ഈ പോൾട്രി ഫാമുകൾ കാണുന്നത്. ഇനി മനുഷ്യൻ്റെ കേസ് നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇൻ ഹ്യൂമൻ ബീയിങ് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സ്റ്റേജിലേക്ക് ഹ്യൂമൻ ബീയിങ് എത്തുമ്പോൾ എന്ത് മാറ്റമാണ് അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്? അതിന് കൃത്യമായിട്ട് നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ഫീമെയിൽസിൻ്റെ സെക്സ് ഓർഗനിൽ ഉണ്ടാകുന്ന വലിയ തോതിലൊരു മാറ്റം, അവരുടെ ബോഡിയിൽ പോലും വലിയ തോതിലുള്ളൊരു മാറ്റം ഉണ്ടാകുന്നു. എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ആ മാറ്റത്തിന് കാരണമായിട്ടുള്ള ഹോർമോൺസുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? In the case of human being, there is a cyclic change. എന്തുകൊണ്ട് അതിന് സൈക്ലിക് ചേഞ്ച് എന്ന് വിളിക്കുന്നു? സൈക്ലിക് ചേഞ്ചിന് കാരണം എന്ന് പറയുന്നത്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. റിപ്രൊഡക്റ്റീവ് സ്റ്റേജിലെത്തിയ ഒരു ഫീമെയിൽ ആണെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന ഫോളിക്കുലർ സ്റ്റിമുലേറ്റീവ് ഹോർമോൺ ആക്കാം, ചിലപ്പോൾ ലൂട്ടിനൈസിങ് ഹോർമോൺ ആവാം. ഇങ്ങനെയുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഹോർമോണുകൾ നേരെ സെക്ഷൽ ഓർഗൻസിൽ ആക്ട് ചെയ്യുകയും ആ സെക്ഷൽ ഓർഗൻസിലുള്ള ഓവിഡക്റ്റ് പോലെയുള്ള ആക്സസറി ഡക്റ്റുകളെ പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി ഓവറിലുള്ള ഫോളിക്കിളിൽ നിന്ന് എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ എഗ്ഗ് ഫീമെയിൽ ഗ്യാമിറ്റായി വർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്ലാന്റ്സിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. അനിമൽസിൻ്റെ കേസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പ്രത്യേകിച്ചും പ്രൈമേറ്റ്സ് പോലെയുള്ള ഹ്യൂമൻ ബീയിങ്, ഏപ്സ്, മങ്കി പോലെയുള്ള പ്രൈമേറ്റ്സുകളിൽ സൈക്ലിക്കായിട്ടൊരു ചേഞ്ച് ഉണ്ടാകുന്നു ബോഡിയിൽ. ആ സൈക്ലിക് ചേഞ്ച് കാരണം എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് ഫോം ചെയ്യുന്ന സെക്ഷൽ ഹോർമോൺസുകളാണ്. ലൂട്ടിനൈസിങ് ഹോർമോൺ, FSH, ഫോളിക്കുലർ സ്റ്റിമുലേറ്റീവ് ഹോർമോൺ പോലെയുള്ള ഹോർമോൺസുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ഹോർമോൺസുകൾ ഓവറിനെയും അതുപോലെ ആക്സസറി ഡക്റ്റിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അവരെ ഫംഗ്ഷൻ വേഗത കൂട്ടുന്നു. ഇതിന് ഫലമായി ഓവറിയിലുള്ള ഫോളിക്കിളിൽ നിന്ന് എഗ്ഗ് ഫോർമേഷൻ നടക്കുന്നു. ഈ എഗ്ഗാണ് ഫീമെയിൽ ഗാമിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഫീമെയിൽ ഗാമിറ്റ് സെക്ഷൽ ഫ്യൂഷന് തയ്യാറായി നിൽക്കുകയാണ്. സെക്ഷൽ ഫ്യൂഷൻ നടക്കുകയാണെങ്കിൽ ഇതെന്ത് സംഭവിക്കുന്നു? ഇതും സ്പേമും ജോയിൻ ചെയ്ത്, സ്പേം എന്ന് പറയുന്നത് മെയിൽ ഗാമിറ്റാണ്, മെയിൽ ഗാമിറ്റും ജോയിൻ ചെയ്ത് സൈഗോട്ടായി മാറുന്നു. ഇങ്ങനെ നടന്നില്ല എന്ന് കരുതുക. ഇതിങ്ങനെ സൈഗോട്ടായി മാറുന്നു. സൈഗോട്ട് ഫോർമേഷൻ നടന്നില്ല എന്ന് കരുതുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ എഗ്ഗ് അതേപോലെ തന്നെ ഈ ആസിഡ് ഡക്ട്സൊക്കെ പൊട്ടി ബ്ലഡോടുകൂടി അത് പുറത്തേക്ക് തള്ളുന്നു. അത് തള്ളിക്കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും സംഭവിക്കുന്നു. പിന്നത്തെ ദിവസങ്ങളിൽ ഹോർമോൺ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ ഓവിഡക്റ്റിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. വീണ്ടും എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഈ സൈക്കിള് എല്ലാ മാസവും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഈ സൈക്കിളിനെ വിളിക്കുന്ന പേരാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന പേരിലാണ് അറിയപ്പെടുക. മെൻസ്ട്രൽ സൈക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ദീസ് മെൻസ്ട്രൽ സൈക്കിൾ ഈസ് കോമൺലി സീൻ ഇൻ പ്രൈമേറ്റ്സിലാണ് ഈ ഒരു ഒരു സൈക്കിൾ കാണുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് അറിയപ്പെടുന്നു. ഇനി നോൺ പ്രൈമേറ്റിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഈസ്ട്രസ് സൈക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്നു.
ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സുവോളജി പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കൂടുതൽ അതിൻ്റെ സ്റ്റെപ്പുകളും അതിൻ്റെ ഫങ്ഷൻസും ഓരോന്നും എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിയും. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്താണ് അനിമൽസിലെ സെക്ഷൽ റിപ്രൊഡക്ഷൻ രീതികളാണ് നമ്മൾ പരിചയപ്പെട്ടത്. അനിമൽസ് സെക്ഷൽ റിപ്രൊഡക്ഷൻ രീതിയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു ബേഡ്സിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സാധാരണഗതിയിൽ ഈ ബേഡ്സുകളൊക്കെ നാച്ചുറൽ കണ്ടീഷനിൽ അത് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ദിവസവും അത് എഗ്ഗിലേ ചെയ്യില്ല. കാരണം എല്ലാ ദിവസവും അത് റിപ്രൊഡക്റ്റീവ് സ്റ്റേജിലല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്രീഡേഴ്സ് അല്ല. അതുകൊണ്ട് അവരെല്ലാ ദിവസവും എഗ്ഗിലേ ചെയ്യില്ല. പക്ഷേ നമ്മൾ പറഞ്ഞു അവിടെ ഫാം ഹൗസുകളിലൊക്കെ ഫാമിലൊക്കെ വളർത്തുന്ന കോഴികളാണെങ്കിൽ എല്ലാ ദിവസവും എഗ്ഗിലേ ചെയ്യുന്നു. അതൊരു ഫോഴ്സ്ഫുൾ എഗ്ഗിലേക്കുക എന്ന് പരിചയപ്പെടുത്തി. അതിനുശേഷമാണ് ഇത് പ്രൈമേറ്റ്സിൻ്റെയും നോൺ പ്രൈമേറ്റ്സിൻ്റെയും സെക്ഷൽ റിപ്രൊഡക്ഷൻ രീതികളാണ് പരിചയപ്പെടുത്തിയത്. ആ സൈക്കിള് നമ്മൾ പറഞ്ഞു പ്രൈമേറ്റ്സിലാണെങ്കിൽ പ്രത്യേകിച്ച് പ്രൈമേറ്റ്സിന് എക്സാമ്പിളാണ് ഹ്യൂമൻ ബീയിങ്, മങ്കി, എയ്പ്സൊക്കെ അതിൽ പെട്ടതാണ്. ചിമ്പാൻസിയൊക്കെ നമുക്ക് ഈ പ്രൈമേറ്റ്സിൽ പെട്ടതാണ്. ആ പ്രൈമേറ്റ്സിൽ ജുവനൈൽ ഗ്രോത്ത് കഴിഞ്ഞ് ജുവനൈൽ ഫേസ് കഴിഞ്ഞ് റിപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് കടക്കുമ്പോൾ സെക്ഷൽ റിപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചാണ് ഈ പറയുന്ന ഹോർമോണൽ ചേഞ്ചാണ് ഫസ്റ്റ് ഉണ്ടാകും. ഹോർമോൺ എന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോർമോൺ വിളിക്കുന്ന പേരാണ് സെക്ഷൽ ഹോർമോൺസ് ആണ്. സെക്ഷൽ ഹോർമോൺസ് എക്സാമ്പിൾ ചോദിച്ചാൽ ലൂട്ടിനൈസിങ് ഹോർമോൺ ഉണ്ട്, അതുപോലെ തന്നെ ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ട്. അങ്ങനെയുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്തത് സെക്സ് ഓർഗൻസിലേക്ക് ചെല്ലുന്നു. സെക്സ് ഓർഗൻസിലുള്ള ഓവറിയെയും ഓവിഡക്റ്റ് പോലെയുള്ള ആക്സസറി ഡക്റ്റ് അത് സ്റ്റിമുലേറ്റ് ചെയ്യും. ഇതിൻ്റെ ഫലമായി ഓവറിയിൽ നിന്ന് എന്തെങ്കിലും ഫോളിക്കിൽ നിന്ന് എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ എഗ്ഗാണ് ഫീമെയിൽ ഗാമിറ്റ് എന്ന് പറയുന്നത്. ഫീമെയിൽ ഗാമിറ്റ് ഈസ് ഗെറ്റ് റെഡി ഫോർ ഫെർട്ടിലൈസേഷൻ. If fertilization not happen, what will the next step? That the egg along with the acid ducts are shed out എന്ന് പറഞ്ഞാൽ പൊട്ടി അതിൻ്റെ ബ്ലഡോട് കൂടിയത് പുറത്തേക്ക് വരുന്നു. അങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ സംഭവിക്കുന്നു. വീണ്ടും അടുത്ത മാസം ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഹോർമോൺസ് ഓവറിനെയും ഓവിഡക്റ്റിനെയും സ്റ്റിമുലേറ്റ് ചെയ്യും, എഗ് പ്രൊഡ്യൂസ് ചെയ്യും. ഫ്യൂഷൻ നടന്നിട്ടില്ലെങ്കിൽ വീണ്ടും പുറത്തേക്ക് പോകുന്നു. ഈ സൈക്കിള് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. സൈക്ലിക്കായിട്ടുള്ള ഒരു സ്റ്റെപ്പിലൂടെയാണ് അത് പോകുന്നത്. അങ്ങനെയുള്ള ആ പർട്ടിക്കുലർ സൈക്കിളിനെ വിളിക്കുന്നതാണ് മെനിസ്ട്രൽ സൈക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ മെനിസ്ട്രൽ സൈക്കിൾ നടക്കുന്നത് പ്രൈമേറ്റ്സിലാണ്. നേരെ മറിച്ച് അത് നോൺ പ്രൈമേറ്റ്സ്, ഡോഗ്, ബേഡ്സ്, കാറ്റ് പോലെയുള്ള വിഭാഗങ്ങളിലെല്ലാം തന്നെ വിളിക്കുന്ന പേരാണ് നോൺ പ്രൈമേറ്റ്സ്. നോൺ പ്രൈമേറ്റ്സ് നടക്കുന്നതാണ് ഈസ്ട്രസ് സൈക്കിൾ എന്ന പേരിലാണ് അറിയപ്പെടുക. വിളിക്കുന്ന പേരാണ് ഈസ്ട്രസ് സൈക്കിൾ. അങ്ങനെയാണെങ്കിൽ പ്രൈമേറ്റ്സ് നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് റിപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവർ പിന്നീട് അവരുടെ റിപ്രൊഡക്റ്റീവ് ഫേസ് അവസാനിക്കുന്നത് വരെ അതിലാണ് റിപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് എപ്പോൾ വേണമെങ്കിൽ റിപ്രൊഡക്ഷൻ നടത്താനും ആ റിപ്രൊഡക്ഷൻ്റെ ഫലമായി ഒരു ഓർഗാനിസം സൃഷ്ടിക്കാനും ആർക്ക് കഴിയും? ഇങ്ങനെയുള്ള ഹ്യൂമൻ ബീയിങ് പോലെയുള്ള ചില മമ്മൽസിന് പറ്റും. അങ്ങനെയുള്ള മമ്മൽസിനെ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. അങ്ങനെയുള്ള വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. നേരെ മറിച്ച് ചില മമ്മൽസ് വിഭാഗത്തിൽ പ്രത്യേകിച്ചും വൈൽഡ് കണ്ടീഷനിലും നാച്ചുറൽ കണ്ടീഷനിൽ കാണുന്ന ചില മമ്മൽസിനൊന്നും തന്നെ ചില സീസണിൽ മാത്രമാണ് അവരെന്ത് റിപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആവുള്ളൂ. അതുവരെ റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് അവർക്ക് ഉണ്ടാവും. പക്ഷേ അത് ഇന്നാക്റ്റീവായിട്ട് എടുക്കുക. ചില സീസണിലും ചില എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സും ചില പർട്ടിക്കുലർ സീസൺ വരുമ്പോൾ മാത്രമേ അവർ ആക്റ്റീവ് ആവുള്ളൂ. ആ സീസണിൽ മാത്രമേ അവർക്ക് ബ്രീഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഓർഗാനിസിനെ വിളിക്കുന്ന പേരാണ് സീസണൽ ബ്രീഡേഴ്സ്. അതിനാണ് വിളിക്കുന്ന പേരാണ് സീസണൽ ബ്രീഡേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. റിപ്പീറ്റ് ചെയ്യുന്നു വീണ്ടും. ഫേസിലെത്തിയ ഒരു ഓർഗാനിസം റിപ്രൊഡക്റ്റീവ് ഫേസ് അവസാനിക്കുന്നതുവരെ റിപ്രൊഡക്ഷൻ നടത്താനും പുതിയ ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനും കഴിവുള്ളതായിരിക്കും. അങ്ങനെയുള്ള ഓർഗാനിസിനെ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. Example is human being. In the case of seasonal breeders is in particular time in a year, particular season they are reproductively active. Rest of the time they are inactive. That means ചില വൈൽഡ് കണ്ടീഷനിൽ കാണുന്ന ഓർഗാനിസംസ്, ചില നാച്ചുറൽ കണ്ടീഷനിലെ ഓർഗാനിസംസ് എല്ലാം തന്നെ റിപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആണെങ്കിലും അവർക്ക് ബ്രീഡിങ് നടത്തി ഒരു ഓഫ്സ്പ്രിങ്സിനെ ഉണ്ടാക്കാൻ കഴിയുന്നത് ചില സീസണിൽ മാത്രമായിരിക്കും. അങ്ങനെ ഓർഗാനിസിനെ വിളിക്കുന്ന പേരാണ് സീസണൽ ബ്രീഡേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത്രയാണ് നമുക്ക് സെക്ഷൽ റിപ്രൊഡക്റ്റീവ് ഫേസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അവസാനം ലാസ്റ്റ് ഫേസിൽ സംഭവിക്കും ഓർഗാനിസം ഓൾഡ് ഏജിലേക്ക് എത്തും. ഓൾഡ് ഏജിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന ആക്ടിവിറ്റീസിന് മെറ്റാബോളിക് ആക്ടിവിറ്റീസ് കുറയും, ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് കുറയും, ഗ്രാജുവലി സംഭവിക്കും നമ്മുടെ ഹോർമോൺസിൻ പ്രൊഡക്ഷനും കുറയാൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും റിപ്രൊഡക്റ്റീവ് ഓർഗൻസും അതനുസരിച്ച് ഓവിഡക്റ്റ്, ഓവറി, അതേപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളെല്ലാം തന്നെ വീക്കാവാൻ തുടങ്ങും, ആക്റ്റീവ് അല്ലാതെ തുടങ്ങും. അങ്ങനെ അവൻ ഓൾഡ് ഏജിലേക്ക് എത്തുന്നു. ഓൾഡ് ഏജ് മുന്നോട്ട് പോയി മെറ്റാബോളിക് ആക്ടിവിറ്റീസ് കുറഞ്ഞ് ഫിസിയോളജി ഒക്കെ കുറഞ്ഞ് ബഹുമതി ഇല്ലാതാവും.
ഇതാണ് ഓൾഡ് ഏജിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഓൾഡ് ഏജിൽ മെറ്റബോളിക് ആക്ടിവിറ്റീസ് കുറവായിരിക്കും, ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് കുറവായിരിക്കും, അതുപോലെ സെക്ഷൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കില്ല. മിക്ക ഓർഗാൻസും സെക്ഷൽ ആക്ടിവിറ്റീസിനാണ്. കാരണം എന്താണ്? ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്സ് ഓർഗൻസിന് ആവശ്യമായിട്ടുള്ള സെക്ഷൽ ഹോർമോൺസുകൾ പ്രൊഡക്ഷൻ ഇല്ലാതാവും. ആ ഏജിനെ വിളിക്കുന്നതാണ് ഓൾഡ് ഏജ് എന്ന പേരിൽ അറിയപ്പെടുന്നു. സെക്ഷൽ റിപ്രൊഡക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സെക്ഷൽ റിപ്രൊഡക്ഷൻ ഈസ് എ കോംപ്ലക്സ് പ്രോസസ് ആൻഡ് എ സ്ലോ പ്രോസസ് വെൻ കമ്പയർ ടു അസെക്ഷൽ റിപ്രൊഡക്ഷൻ. അസെക്ഷൽ റിപ്രൊഡക്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ സെക്ഷൽ റിപ്രൊഡക്ഷൻ സ്ലോയുമാണ്, അതേപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള ബൃഹത്തായ ഒരു പ്രോസസ്സുമാണ്. അതുകൊണ്ട് സെക്ഷൽ റിപ്രൊഡക്ഷൻ്റെ ഓരോ സ്റ്റെപ്പുകളും വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. നമ്മളടുത്ത് പരിശോധിക്കാൻ പോകുന്ന സെക്ഷൽ റിപ്രൊഡക്ഷൻ്റെ സ്റ്റെപ്പുകൾ നടത്താൻ നമ്മൾ പരിചയപ്പെട്ടു. ആ സ്റ്റെപ്പുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി പരിശോധിക്കാൻ പോവുകയാണ്. സെക്ഷൽ റിപ്രൊഡക്ഷൻ പഠിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് ഡിവൈഡ് ചെയ്യുകയാണ്. അതിൽ ഫസ്റ്റ് ഫേസ് ഈസ് കോൾഡ് പ്രീ ഫെർട്ടിലൈസേഷൻ. പ്രധാനപ്പെട്ട ആദ്യത്തെ ഇവൻ്റാണ് പ്രീ ഫെർട്ടിലൈസേഷൻ. നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ ഫ്യൂഷൻ നടക്കുന്ന തൊട്ട് മുമ്പുള്ള നമ്മൾ നേരത്തെ പഠിച്ചാണ് ഗാമിറ്റോജെനിസിസ്, ഗാമിറ്റിക് ട്രാൻസ്ഫർ. ഇതൊക്കെയാണ് ഈ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിൽ നടക്കുന്നത്. രണ്ടാമത്താണ് ഫെർട്ടിലൈസേഷൻ. ദാറ്റ് മീൻസ് ഗാമിറ്റുകൾ ഫ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം വരുന്ന ഒന്നാണ് മൂന്നാമത്തെയാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം നടക്കുന്നത്. പോസ്റ്റ് ഫെർട്ടിലൈസേഷന് എന്തുണ്ടാവുന്നു? സൈഗോട്ട് ഫോം ചെയ്യുന്നു. ആ സൈഗോട്ട് എന്തായി മാറുന്നു? ഗർഭപാത്രത്തിൽ അറ്റാച്ച് ചെയ്ത് അത് എംബ്രിയോയി വളരുന്നു. എംബ്രിയോയിന് ശേഷം എന്ത് സംഭവിക്കുന്നു? എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് ഒരു ഓഫ് സ്പ്രിങ്സ് ഉണ്ടാക്കപ്പെടുന്നു. ഇത്രയാണ് ഇവിടെ നടക്കുന്നത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻ്റ് നടക്കുന്നത്. സോ ദ ഡെഫിനിറ്റ് ക്ലിയർ കട്ട് ആൻഡ് സിസ്റ്റമാറ്റിക് ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് സെക്ഷൽ റിപ്രൊഡക്ഷൻ. ഫസ്റ്റ് ഇവൻറ്റ് ഈസ് കോൾഡ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്. സെക്ഷൽ റിപ്രൊഡക്ഷൻ സ്റ്റെപ്പാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്. സെക്കൻഡ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ ആൻഡ് തേർഡ് ഈസ് കോൾഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഗാമിറ്റ് ഫോർമേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞു ഗാമിറ്റിക് ഫ്യൂഷൻ പറഞ്ഞു. ഗാമിറ്റ് ഫോർമേഷൻ ഗാമിറ്റോജെനിസിസ് നടക്കുന്നത് പ്രീ ഫെർട്ടിലൈസേഷനാണ്. ആ ഗാമിറ്റിക് ട്രാൻസ്ഫർ പ്രീ ഫെർട്ടിലൈസേഷനാണ്. ഫെർട്ടിലൈസേഷൻ എന്താണ് സംഭവിക്കുന്നത്? ഗാമിറ്റുകൾ രണ്ടും ഫ്യൂസ് ചെയ്തതിനു ശേഷം സൈഗോട്ട് ഫോം ചെയ്യുന്നു. ആ സൈഗോട്ട് പിന്നീട് എന്തൊക്കെ സംഭവിക്കുന്നത്? സൈഗോട്ടിന് പിന്നീട് എന്തൊക്കെ സംഭവിക്കുന്നു? അതാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സൈഗോട്ട് പിന്നീട് എംബ്രിയോയി മാറുകയും എംബ്രിയോ പിന്നീട് എന്തായി മാറുകയും ചെയ്യുന്നു? ഓഫ് സ്പ്രിംഗ് ആയി മാറുകയും ചെയ്യുന്നു. ഇതാണ് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. താങ്ക് യു.